ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫുകൾ ആരൊക്കെയാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് പരിശീലകർ ആരൊക്കെയാണ് എന്നത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. അതായത് ബ്രസീലിൽ നിന്നും ചിലരെ അദ്ദേഹം സ്റ്റാഫിൽ ഉൾപ്പെടുത്തും. ബ്രസീലിയൻ ഇതിഹാസമായ കക്ക, അതുപോലെ തന്നെ മുൻ സൂപ്പർ താരമായിരുന്ന പൗളീഞ്ഞോ എന്നിവരുടെ പേരുകളൊക്കെ ഉയർന്നു കേട്ടിരുന്നു. കക്കയും ആഞ്ചലോട്ടിയും തമ്മിൽ വലിയ ബന്ധമാണ് ഉള്ളത്. ഇരുവരും നേരത്തെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കക്കയെ ആഞ്ചലോട്ടി കൊണ്ടുവന്നേക്കും എന്നുള്ള റൂമറുകൾ CNN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഇതേക്കുറിച്ച് കക്കയോട് തന്നെ ചോദിച്ചിരുന്നു. അതായത് ബ്രസീലിയൻ ദേശീയ ടീം തന്നെ ക്ഷണിച്ചിരുന്നോ എന്ന ഒരു ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ ക്ഷണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിനെ സഹായിക്കാൻ താൻ റെഡിയാണ് എന്ന നിലപാട് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കക്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ബ്രസീൽ ദേശീയ ടീമിനെ സഹായിക്കാൻ കഴിയുമെന്ന് ഫെഡറേഷൻ കരുതുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റെഡിയാണ്. 2017 ഞാൻ എൻ്റെ കരിയർ അവസാനിപ്പിച്ചത്. അന്ന് മുതൽ ഞാൻ സ്വയം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് ബിസിനസ് കോഴ്സും യുഎഫയുടെ സ്പോർട്സ് മാനേജ്മെൻറ്റ് കോഴ്സും ഒക്കെ ഞാൻ പൂർത്തിയാക്കി. കൂടാതെ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷനിലും ഞാൻ കോച്ചിങ് കോഴ്സ് ചെയ്യുന്നുണ്ട്. 3 വേൾഡ് കപ്പുകളിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 15 വർഷത്തോളം ഞാൻ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഭാഗമായിരുന്നു. എനിക്ക് അവസരം ലഭിച്ചാൽ തീർച്ചയായും ബ്രസീൽ ദേശീയ ടീമിൻ്റെ ഭാഗമാവാനും സഹായിക്കാനും ഞാൻ റെഡിയാണ്. ഇതാണ് കക്ക പറഞ്ഞിട്ടുള്ളത്. അതായത് ആഞ്ചലോട്ടി ക്ഷണിച്ചാൽ, അതല്ലെങ്കിൽ CBF ക്ഷണിച്ചാൽ ആ ഒരു ക്ഷണം സ്വീകരിക്കാനും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ സ്റ്റാഫായി മാറാനും താൻ റെഡിയാണ് എന്നാണ് ഇപ്പോൾ കക്ക പറഞ്ഞിട്ടുള്ളത്. ഏതായാലും 26-ാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ പരിശീലകനായി കൊണ്ട് എത്തുക. അതിനുശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ കൺഫർമേഷനുകൾ കൈവരികയുള്ളൂ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.